ഇറ്റലിയിലെ പുരാതന റോമൻ നഗരമായ അക്വിലയിൽ നിന്നും 1500 വർഷങ്ങളുടെ പഴക്കമുള്ള ക്രിസ്ത്യൻ ബസിലിക്ക കണ്ടെത്തി. റോമൻ ചക്രവർത്തി ജസ്റ്റീനിയൻ ഒന്നാമൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ബസിലിക്കയെന്ന് കരുതപ്പെടുന്നു. പുരാവസ്തു ഗവേഷകനായ സ്റ്റെഫാൻ ഗ്രോയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് ചരിത്രപരമായി വളരെയേറെ പ്രാധാന്യമുള്ള ഈ കണ്ടെത്തലിൻ്റെ പിന്നിൽ. ബൈസൻ്റൈൻ കാലത്ത് അക്വിലയിലുണ്ടായിരുന്ന വിശ്വാസപരവും ചരിത്രപരവുമായ പ്രാധാന്യത്തെ വെളിപ്പെടുത്തുന്നതാണ് ഈ കണ്ടെത്തലെന്ന് ഓസ്ട്രിയൻ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഓസ്ട്രിയൻ അക്കാദമി ഓഫ് സയൻസിലെ ഗവേഷകർ വ്യക്തമാക്കി. 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന ഈ ബസിലിക്ക 6-ാം നൂറ്റാണ്ടിൽ വിപുലീകരിച്ചുവെന്ന് അനുമാനിക്കപ്പെടുന്നു. 3 ഇടനാഴികളും പാർശ്വമുറിയും ഉൾപ്പെടുന്ന ബസിലിക്കയുടെ ഘടന ഈജിപ്ത്, തുർക്കി, ബാൾക്കൻസ് മേഖലകളിലെ ബൈസൻ്റൈൻ വാസ്തുകലയോട് വളരെ ഏറെ സാമ്യമുള്ളതാണെന്ന് ഗവേഷകർ വെളിപ്പെടുത്തി. ബസിലിക്കയുടെ വാസ്തുശില്പ ശൈലി കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ വാസ്തുശില്പ ശൈലിക്ക് സമാനമാണെന്നും ഇതിൻ്റെ രൂപകൽപ്പന വിശ്വാസപരവും ഭൗമരാഷ്ട്രീയവുമായ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതുമാണ്. BC 181 സ്ഥാപിച്ച ഒരു റോമൻ സൈനിക കോളനിയാണ് അക്വില. ആംബർ റോഡിൻ്റെ അതിർത്തിയിലും നോറിക്കമിലേക്കുള്ള പാതയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന അക്വിലയ്ക്ക് വാണിജ്യപരമായും വിശ്വാസപരമായും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് 1998 യുനെസ്കോ ഇതിനെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജസ്റ്റീനിയൻ ഒന്നാമൻ്റെ കാലത്ത് കോട്ടകെട്ടി സുരക്ഷിതമാക്കിയ സ്ഥലം എന്ന കീർത്തിയും അക്വിലയ്ക്ക് കൈവന്നു. ഒരു ആരാധന കേന്ദ്രമെന്ന നിലയിൽ മാത്രമല്ല, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ പ്രതീകമായിട്ട് കൂടിയാണ് ചരിത്രരേഖകളിൽ നിന്നും ഈ ബസിലിക്കയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ജസ്റ്റീനിയൻ്റെ കാലത്ത് അരിയൻ ക്രൈസ്തവതയുടെ ഒരു ശക്തമായ കേന്ദ്രമായിരുന്നു ഈ മേഖല. മേഖലയിൽ കത്തോലിക്ക വിശ്വാസം പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണമെന്ന് അനുമാനിക്കുന്നു. AD 452 അറ്റില്ല ഹൂണിൻ്റെ ആക്രമണത്തോടെ ബസിലിക്കയ്ക്ക് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അക്വിലയിലെ പുരാവസ്തു ഗവേഷണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ ഈ കണ്ടെത്തൽ ഈ മേഖലയിൽ ദശാബ്ദങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്നാണ്. ജിയോഫിസിക്കൽ സർവേകളും ജിയോ ആർക്കിയോളജിക്കൽ ഡ്രില്ലിംഗ് വഴി വിയ അനിയയ്ക്ക് സമീപം നടത്തിയ ഗവേഷണങ്ങളിൽ ബസിലിക്കയുടെ ശേഷിപ്പുകളും കണ്ടെത്തിയിരുന്നു. ക്രിസ്ത്യൻ ബൈസൻ്റൈൻ ചരിത്രം രൂപപ്പെടുന്നതിൽ മേഖല വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ കണ്ടെത്തൽ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തു ഗവേഷകർ.